ഞാൻ വെള്ളാപ്പള്ളി ഒന്നും ലക്ഷ്യം വെച്ചില്ല. ഞാൻ വർഗീയതയാണ് ലക്ഷ്യം വെച്ചത്. താങ്കളെ വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് നിരന്തരം ലക്ഷ്യം വെച്ചത്? അതെനിക്കറിയത്തില്ല. അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാൻ വർഗീയവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയും വർഗീയത പറയരുത്. നിങ്ങൾ പറയാം വർഗീയത പറഞ്ഞില്ലേ, പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ, അത് പറയരുത്. അത് ആര് പറഞ്ഞാലും പറയും. നിങ്ങൾ എൻ്റെ ചരിത്രം പരിശോധിച്ചു, ഞാൻ ആര് പറഞ്ഞാലും ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. SNDP NSS തമ്മിലത്തെ ബന്ധം വേർപെടുത്ത ലീഗിന് എന്ത് റോളാണ്? ഞാൻ എന്തിനാ ലീഗിനെ വലിച്ചെടുക്കണേ? മുസ്ലിം ലീഗ് ഞങ്ങളുടെ UDF പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. SNDP NSS തമ്മിലുള്ള ഐക്യം ലീഗിന് എങ്ങനെ തകർക്കാൻ പറ്റും? പറയുന്നില്ല എന്താ മുഖ്യമന്ത്രിയുടെ ലീഗ് എങ്ങനെയാണ് SNDP NSS തമ്മിൽ യോജിക്കുന്നതിന്റെ അടുത്ത് ലീഗിന് എന്ത് റോളാണ്? വെള്ളാപ്പള്ളി പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതെന്ന് ആണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ലീഗിന്റെ നാവായി മാറും, താങ്കളുടെ ശബ്ദം മുസ്ലിം ലീഗിന്റേതാണ് എന്നാണ്. അല്ല, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ. ടീം UDF ആണ്, ഒറ്റ ശബ്ദമാണുള്ളത്. ശരിയാണ്, അത് അംഗീകരിക്കുന്നു. ഇപ്പോ ഈ NSS SNDP ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന ഒരു നീക്കമുണ്ടല്ലോ, ആ നീക്കത്തെ എല്ലാവരും ഒന്നിക്കട്ടെ, ആരും തെറിക്കിച്ച് നിൽക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഇത്. എല്ലാവരും വഴക്കിടണ്ട, ആരും വഴക്കിട്ട് ചേരി തിരിഞ്ഞൊന്നും നിൽക്കണ്ടെന്ന്. എല്ലാവരും ഒരുമിച്ച് നിന്നോട്ടെ. ഒരുമിച്ച് നിൽക്കുന്നത് നല്ല സന്ദേശമല്ലേ? വേണ്ടിയിട്ടാണോ ഈ നീക്കം നടത്തുന്നത് വെള്ളാപ്പള്ളി? അല്ല, ഞാനത് പറഞ്ഞല്ലോ, അദ്ദേഹം ആരുടെയും ഉപകരണമായി മാറരുത്. CPM-ഉം BJP-യും സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ. മതേതര കേരളത്തിലുള്ള വെല്ലുവിളിയാണ് അവർ രണ്ടുപേരും. അവരുടെ ഉപകരണമായി അദ്ദേഹം മാറരുത്. കാരണം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത്. അത്രയും ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ഞാനെന്താ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി മുസ്ലിം സമുദായം ഇല്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക? ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്. മതേതര കേരളം ഞങ്ങളുടെ കൂടെ നിൽക്കും. കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരവാദികളാണ്. കുറേ സമുദായ നേതാക്കന്മാരും കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കണം. ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞങ്ങൾ മതേതര ജനത ഞങ്ങളുടെ കൂടെയാണ്. ഒരു ധ്രുവീകരണത്തിനുള്ളൊരു ശ്രമമാണോ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തുന്നത്? അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല. കേരളത്തിലെ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റില്ല. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും, UDF ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള ഉറച്ച നിലപാട്, മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാത്ത നിലപാട് ഉറച്ചു നിൽക്കും. ആര് സംസാരിച്ചാലും ചെയ്യരുതെന്ന് പറയും. അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞല്ലോ, ഇന്നും പുതിയ മുദ്രാവാക്യമൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ട് ഇത് എവിടെ നിൽക്കുന്നത്? ഇവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി, എന്തോരം നവോത്ഥാനമാണ് ഇവരെല്ലാവരും കൂടി നടത്തിയത്. ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയിപ്പിച്ച സംഭവങ്ങളാണ്. ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിദ്വേഷ പ്രചരണം നടത്തുന്ന എല്ലാവർക്കും കേരളം ചുട്ട മറുപടി കൊടുക്കും. ചുട്ട മറുപടി. ഞാനത് എൻ്റെ 2016 എൻ്റെ അനുഭവമാണ്. എല്ലാ വർഗീയ ശക്തികളും വന്ന് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായ വർഗീയ പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഞാൻ പന്നിയൻ രവീന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായല്ലോ 2011. 2016 എനിക്ക് 20,000. അന്ന് ട്രെൻഡാണ്, LDF ട്രെൻഡാണ്. എൻ്റെ ഭൂരിപക്ഷം 11 നിന്ന് 20 കാരണം ജനങ്ങൾ സെക്കുലറാണ്. അവിടെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലല്ല, ഞാൻ ലീഡർഷിപ്പിന് നിൽക്കുന്ന ആളല്ലേ. എൻ്റെ നിലപാട് പാർട്ടി നിലപാടല്ലേ. വർഗീയതയ്ക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ. രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്നത് ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? എല്ലാവരും കൂടി വട്ടം കൂടുന്നുണ്ടെങ്കിൽ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നടേശനും അപ്പുറത്തിരിക്കുന്ന സുകുമാരൻ നായരും ആരൊക്കെ വട്ടം കൂടുന്നുണ്ടെങ്കിലും, ആരൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അവരുടെയൊക്കെ ലക്ഷ്യം സതീശനാണ്. സതീശൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നാളെയുടെ നമ്മുടെ മുഖ്യമന്ത്രി. അത് ഈ വട്ടം കൂടുന്ന ആളുകൾക്കെല്ലാം ഉറപ്പായി കഴിഞ്ഞു. അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ VD സതീശനാണ് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഇപ്പോൾ ഒരു തർക്കവും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങളുടെ സ്ഥിതിവിശേഷം അത് ഇവരുടെ തിക്താനുഭവമാണ്. വെള്ളാപ്പള്ളി നടേശന് ഈ അനുഭവം എവിടുന്നുണ്ടായി?
സുകുമാരൻ നായർക്ക് ഈ അനുഭവം എവിടുന്നുണ്ടായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഡിസംബർ 9-നും 11-നും കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഡിസംബർ 13-ന് പുറത്തു വന്ന ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, ആ റിസൾട്ട് തന്നെയാണ് ഇവർക്കെല്ലാവർക്കും വേണ്ട വിധം ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആളോ സുകുമാരൻ നായർ പറയുന്ന ആളോ അല്ല, മറിച്ച് അത് വി.ഡി. സതീശൻ തന്നെയാണ് എന്നുള്ളതാ. ഒരു കാര്യം പ്രിയപ്പെട്ട നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് വളരെ ബഹുമാനത്തോടു കൂടി പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, അങ്ങ് ഇനി തോറ്റാലും ഒരു പോരാടി അവസാന ശ്വാസം വരെ പോരാടി വീരമൃത്യു വരിച്ച ഒരു ധീരനായ ഒരു രക്തസാക്ഷിയുടെ നിങ്ങൾ പറ, ഒരു രക്തസാക്ഷിയുടെ ആ രക്തസാക്ഷി തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇപ്പം ഈ വർഗീയവാദി വെള്ളാപ്പള്ളി നടേശൻ എന്തിനൊക്കെ വട്ടം കൂട്ടുന്നുണ്ടെങ്കിലും ആ വെള്ളാപ്പള്ളി നടേശന് എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പച്ച വർഗീയവാദി. കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി അല്ലേ? ഈ വർഗീയവാദിക്ക് മുന്നിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി, പച്ച വർഗീയവാദി, അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി, അങ്ങനെ എന്ത് വിശേഷണം കൂട്ടിക്കഴിഞ്ഞാലും വർഗീയവാദിക്ക് മുന്നിൽ നിങ്ങൾ എന്ത് വിശേഷണം കൂട്ടിയാലും അതെല്ലാം ഒത്തിണങ്ങുന്ന ഒരു ആൾ രൂപമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് ഈ വി.ഡി. സതീശന് മാത്രമാണോ ഈ നിലപാടുള്ളത്? അല്ല, കേരളത്തിലുള്ള ഒട്ടുമിക്ക നേതാക്കളും, അത് LDFന്റെ ഭാഗമായിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് എന്താണ് നിലപാട്? അതും ഇതേ നിലപാടാ. പക്ഷേ ബിനോയ് വിശ്വം എന്ത് പറഞ്ഞാലും വെള്ളാപ്പള്ളിക്ക് പ്രശ്നമില്ല. കാരണം എന്താ? ബിനോയ് വിശ്വം രാജാവിൻ്റെ കൂടെയുള്ള വ്യക്തിയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന രീതിയിൽ വിട്ടോളണം, അതിൻ്റെ മുകളിൽ വർത്താനം പറയരുത്. പക്ഷേ സതീശൻ എന്തെങ്കിലും പറഞ്ഞാൽ സതീശനെ കടന്നാക്രമിക്കണം. കാരണം എനിക്കുള്ള എതിരാളി, എൻ്റെ എതിരാളി സതീശനാണ്, സതീശനെ വകവരുത്തണം, ഇതാണ് ലക്ഷ്യം. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനം അവരാഗ്രഹിക്കുന്നത് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് തന്നെയാണ്. ഈ ബോധ്യം, ഈ തിരിച്ചറിവുമൊക്കെ വെള്ളാപ്പള്ളി നടേശനുണ്ട്, സുകുമാരൻ നായർക്കും ഉണ്ട്. ഇതൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് നല്ല ബോധ്യവും നല്ല തിരിച്ചറിവും ഉണ്ട്. അതാണ് ഈ വട്ടം കൂടി ചെന്നായ കൂട്ടങ്ങളെ പോലെ, പേപ്പട്ടികളെ പോലെ കൂട്ടം കൂടി ഈ വി.ഡി. സതീശനെ ആക്രമിക്കുവാനുള്ള കാരണം ഇത് തന്നെയാണ്. പക്ഷേ വി.ഡി. സതീശൻ ആരാ മുതൽ? അയാൾ എടുക്കുന്ന നിലപാടുകൾ അത് പത്തര മാറ്റ്, തനി തങ്കം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നിലപാടുകളാണ്. അയാൾ നിലപാടുകളിൽ വെള്ളം ചേർക്കാറില്ല, നിലപാടുകൾ മയപ്പെടുത്താറുമില്ല. അത് ആർക്കെതിരെയാണെങ്കിലും, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള നിലപാടുകളാണെങ്കിൽ ശരി, ഇനി ഒരു പക്ഷേ കൂട്ടത്തിലുള്ള ഒരുത്തനെതിരെയാണെങ്കിലും ശരി, അയാൾ ആ നിലപാടുകളിൽ മാറ്റം വരുത്താറില്ല. അല്ലേ? അത് നമ്മൾ കണ്ടതാ. എവിടെ? രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വി.ഡി. സതീശൻ എടുത്ത നിലപാട്, അത് പാർട്ടി എവിടെയും, പാർട്ടിക്കൊരു പോറലേൽക്കരുത്, പാർട്ടി എവിടെയും പ്രതിരോധത്തിലാവരുത്, പ്രതിസന്ധിയിലാവരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി വി.ഡി. സതീശൻ എടുത്ത നിലപാടാണ്. ആ നിലപാടിനൊപ്പം നമ്മൾ നിൽക്കും, ആ നിലപാടിനൊപ്പം കേരളം നിൽക്കും. ആ നിലപാട് തന്നെയാണ് നട്ടെല്ലുള്ളവൻ്റെ നിലപാട് എന്ന് പറയാൻ നമുക്കാർക്കും അതിൽ യാതൊരു വിധത്തിലുള്ള മടിയുമില്ല. അല്ലേ? ഈ നിലപാടുകൾ തന്നെയാണ് ഇവരുടെയൊക്കെ ശത്രുവായി സതീശൻ മാറാനുള്ള കാരണവും. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്നുള്ള നിലപാട്, വെള്ളാപ്പള്ളി നടേശൻ ആരുടെയൊക്കെയോ ടൂളാണ്, ആരുടെയൊക്കെയോ ആയുധമാണ് എന്നുള്ള നിലപാട്. യെസ്, ആരുടെ ആയുധമാണ്? സംഘ് പരിവാറിൻ്റെ ആയുധമാണ്. ആ സംഘ് പരിവാറിൻ്റെ ആയുധത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തതാരാ? RSS ആണ്. RSS ഈ ആയുധത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ പിണറായി വിജയനോട് പറഞ്ഞ കാര്യമുണ്ട്, ഈ ആയുധത്തിന് ഒരു പോറലുമേൽക്കാതെ താങ്കൾ സംരക്ഷിക്കണം, എന്നാൽ താങ്കളുടെ മക്കളും സുരക്ഷിതരാണ്. അതല്ല, ഈ ആയുധത്തിന് എന്തെങ്കിലും പോറലേറ്റാൽ താങ്കളുടെ മക്കളും അവർക്കും പോറലേൽക്കും, അവർ സുരക്ഷിതരായിരിക്കില്ല എന്നുള്ള കാര്യം. ആ ഒരു
നിർദ്ദേശം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ പാലൂട്ടി കൈവെള്ളയിൽ കൊണ്ടു നടക്കാൻ പിണറായി വിജയനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. അല്ലേ? ഇനി ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ആലപ്പുഴയിലാണല്ലോ ഇയാളുടെ നാട്. ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായേ? എന്തുണ്ടാക്കാൻ കഴിഞ്ഞു വെള്ളാപ്പള്ളി നടേശന്? വെള്ളാപ്പള്ളി നടേശൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു വാർഡ്, അവിടെ പോലും ഒരു സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം CPM LDF ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പോലും വെള്ളാപ്പള്ളി നടേശൻ്റെ വാർഡിൽ പോലും 8 നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ വെള്ളാപ്പള്ളി നടേശനൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കാനാ, എന്ത് ചലനങ്ങൾ ഉണ്ടാക്കാനാ? ഇവരൊക്കെ വെറും വേസ്റ്റാണ്. മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയേണ്ട വേസ്റ്റ്. ജീവനോടെയല്ല കേട്ടോ, തല്ലിക്കൊന്നിട്ട് വലിച്ചെറിയണം. കാരണം വിഷജന്തുവാണ്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന വിഷയമാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. മാരക വിഷമാണ്. ആ വിഷത്തെ ജീവനോടെ ഉപേക്ഷിക്കരുത് ഒരു മാലിന്യ കൂമ്പാരത്തിൽ. അതാണ് പറയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം വാർഡിൽ LDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ സ്ഥാനാർത്ഥിയെ പറ്റില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുന്നു. ആര്? ഈ LDF മത്സരിപ്പിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ. എന്നിട്ടെന്തോ 8 നിലയിൽ പൊട്ടി. ഈ വെള്ളാപ്പള്ളി നടേശനാണ് ഞാൻ സാമുദായിക നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനെ ആക്രമിക്കുന്നത്. ഇവൻ സാമുദായിക നേതാവല്ല. എങ്ങനെ സാമുദായിക നേതാവാകും? ഈഴവരെ പറ്റിച്ച് തിന്നുന്ന ഇവൻ, കള്ള് കച്ചവടം നടത്തുന്ന ഇവൻ, ബ്ലേഡ് മാഫിയ നടത്തുന്ന ഇവൻ എങ്ങനെയാണ് സാമുദായിക നേതാവാകുന്നത്? ഇവൻ സാമുദായിക നേതാവല്ല, ഇവൻ വിഷജന്തുവാണ്. വിഷജന്തുക്കളുടെ നേതാവാണ്, വിഷസർപ്പമാണ്. ആ സർപ്പങ്ങളുടെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന പന്നിക്കുട്ടി. അല്ലെന്ന് പറയാൻ കഴിയോ? ഇല്ലെന്നേ. അല്ല, ഒന്നാം തരം വിഷസർപ്പം. അതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശനൊന്നും ആരുടെ ഇടയിലും ഒരു സ്വാധീനവും ഇല്ല. കള്ള് കച്ചവടം നടത്തി പാവങ്ങളെ പറ്റിച്ച് പാവങ്ങൾക്ക് കൊടുക്കേണ്ട, ഈഴവരായ പാവങ്ങൾക്ക് കൊടുക്കേണ്ട മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ് എന്താണ്? 1-ാം പ്രതി ആരാണ്? വെള്ളാപ്പള്ളി നടേശനാ. എന്തേ ആ കേസിൽ ഒരു അന്വേഷണത്തിൽ ഇതുവരെ ഒരു നടപടിക്രമങ്ങളും എവിടെയും എത്താതെ നിൽക്കുന്നത്? പിണറായി വിജയൻ്റെ സഹായമാണ്. ആ പാവങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കിയത് കാരണം വലിയ പണക്കാരനായി. കള്ള് കച്ചവടം നടത്തി വലിയ പണക്കാരനായി, ബ്ലേഡ് മാഫിയ നടത്തി വലിയ പണക്കാരനായി, വലിയ സമ്പത്തുണ്ട് എന്നതിലപ്പുറം, അതും പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ സമ്പത്ത്. ആ സമ്പത്തുണ്ട് എന്നതിലപ്പുറം ഈ വെള്ളാപ്പള്ളി നടേശന് ഒരു സ്വാധീനവും എവിടെയുമില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു വർഗീയ വിഷജന്തുവാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷജന്തുവാണ് എന്ന്, വർഗീയവാദിയാണെന്ന്, വർഗീയ വിഷം തുപ്പുന്നവനാണെന്ന്, കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവനാണെന്ന് VD സതീശൻ വിളിച്ചു പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമെന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന പിണറായി വിജയനോ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായർക്കോ ഇനി ഏതൊക്കെ തമ്പുരാക്കന്മാരുണ്ടോ ഈ തമ്പുരാക്കന്മാർക്കൊന്നും ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്തുണ്ടാവും? പിണറായി വിജയൻ ആ കസേരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വരും. ജനം അടിച്ചിറക്കും. പകരം ആ കസേരയിൽ VD സതീശനെ അവരോധിക്കപ്പെടും. അത് കാണാൻ ത്രാണിയില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്പ്രാക്കന്മാരും രാജാവും അടിമകളും ഒക്കെ ചേർന്ന് VD സതീശനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ VD സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.